പ്രിയരെ, മന്ന ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയത്തിൻ്റെ സ്വാഗതം. നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങളും നിയമങ്ങളും കാത്തു സൂക്ഷിക്കുന്നവന് ഏതെല്ലാം അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് വചനം പറയുന്നുണ്ട്. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിയമങ്ങൾ നീ പാലിക്കുകയാണെങ്കിൽ താഴെ പറയുന്ന അനുഗ്രഹങ്ങൾ നിന്റെ മേൽ വന്നു ചേരും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹമുള്ളവനായി മാറും. നിന്റെ സന്തതികളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും നിന്റെ തൊഴുത്തും അനുഗ്രഹമുള്ളതായിട്ട് മാറും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹമുള്ളവനായി മാറും. ആർക്കാണ് ദൈവം ഇത്രമാത്രം അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയെ ഒഴുക്കി കൊടുത്തിരിക്കുന്നത്? ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിലയ്ക്കാത്ത പ്രവാഹമായി ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നവനാണ്. അപ്പം എന്താണ് ദൈവത്തിൻ്റെ ഈ കൽപ്പന? എല്ലാ കൽപ്പനകളെയും സമഗ്രഹിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നൊരു വാക്കുണ്ട്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഏതൊരു മനുഷ്യനാണോ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പ്രിയപ്പെട്ടവർക്ക് സ്ഥാനം കൊടുത്ത് അവരെ മരണതുല്യം സ്നേഹിക്കുന്നത്, അവർക്ക് വേണ്ടി പ്രാണൻ അർപ്പിക്കുവാനായിട്ട് തയ്യാറാകുന്നത്, അതിനെ വെല്ലുന്നൊരു സ്നേഹത്തെ ഈ ലോകത്ത് കാണിക്കുവാനായിട്ടില്ല. അങ്ങനെ ഹൃദയത്തിൽ നിന്നൊരു മനുഷ്യനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന പ്രവൃത്തിക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളാണ് നമ്മൾ കേട്ടതൊക്കെയും. പലപ്പോഴും ഓർത്തുകൊള്ളുക, ദുരിതങ്ങളുടെ കയങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ടെങ്കിൽ, കണ്ണുനീർ നിരന്തരമായ പ്രവാഹമായി ജീവിതത്തിൽ കടന്നുകൂടുന്നുണ്ടെങ്കിൽ, ദൈവം നമ്മളോട് പാലിക്കുവാൻ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളിൽ നിന്ന് എവിടെയോ നമ്മൾ പിന്തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള മനുഷ്യർ ജീവിതത്തിൽ അനുഗ്രഹം ഉള്ളവരായി മാറുകയില്ല. അനുഗ്രഹിക്കപ്പെടുവാൻ ഒരൊറ്റ നിയമമേ ഈ ലോകത്തുള്ളൂ: ദൈവം പാലിക്കുവാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ അണുവിടാതെ പാലിക്കുക. അനുഗ്രഹിക്കുക.